ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എയർ ഡ്രോപ്പിൻ്റെ പേരാണ് സ്പാർക്ക്. ഇതൊരു ഇൻ്റർനെറ്റ് മൈനിങ് ഒരു എയർ ഡ്രോപ്പ് സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. നമ്മുടെ നെയിമും ഇമെയിൽ ഐ ഡിയും യൂഷ്വൽ എന്തൊക്കെയാണ് രജിസ്റ്റർ ചെയ്യുന്നുള്ള പ്രോസസ്സ് അത് തന്നെ കൊടുക്കുക. ഇമെയിൽ ഐ ഡി പാസ്വേഡ് കൊടുക്കുക, പാസ്വേഡ് കൺഫേം ചെയ്യാം, രജിസ്റ്റർ ബട്ടൺസ് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മാക്സിമം ജസ്റ്റ് സേവ് ചെയ്തിടുക. അതായത് നമ്മുടെ ഗ്രാസ് ലുക്ക് ലൈക്ക് ശരിക്കൊരു ഗ്രാസിൻ്റെ ഒരു അതേ ഒരു ഇൻ്റർഫേസ് പോലെ തന്നെ ഉണ്ട് നമുക്കിവിടെ കാണും. നമുക്ക് ജസ്റ്റ് നോക്കി ഇതുപോലെ തന്നെ നമ്മുടെ നോട്ട്സ് എല്ലാം കണക്ട് ചെയ്തിട്ട് നമുക്ക് മൈൻ ചെയ്യുന്ന പോലെ, ഇൻ്റർനെറ്റ് മൈനിങ് പോലെ നമുക്കിവിടെ വർക്ക് ചെയ്യാം. ഇനി അതേ പ്ലാറ്റ്ഫോം തന്നെയാണോ എന്നുള്ളൊരു കാര്യത്തിൽ ഡൗട്ടുണ്ട്. മാക്സിമം നിങ്ങൾ ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളൊരു പുതിയൊരു ഇമെയിൽ ഐ ഡി ഈ ഒരു എയർ ഡ്രോപ്പ് സിസ്റ്റം അല്ലെങ്കിൽ എയർ ഡ്രോപ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. മാക്സിമം അങ്ങനെ ഇമെയിൽ ഐ ഡി യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഒരു ബെറ്റർ ഓപ്ഷൻ നിങ്ങൾക്ക്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ റിവാർഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇമെയിൽ വെരിഫൈ ചെയ്യാനൊരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ ഇമെയിൽ വെരിഫൈ ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി വെരിഫൈഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റോർ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വെബ് എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ് എക്സ്റ്റൻഷൻ്റെ പേജിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ വെബ് എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ നോഡ് റൺ ചെയ്യാനുള്ള പരിപാടികൾ നോക്കുക. നമ്മുടെ ഇപ്പോൾ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇത് വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കിടക്കും. യെസ്, എക്സാക്ട്ലി അതുപോലെ തന്നെയാണ്. ഇനി ഇതിൻ്റെ ഒരു എന്തോരം ആ ഒരു ലെജിറ്റിമസി എന്തോരം ഉണ്ടെന്ന് ഉള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട്. നമുക്കെന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കൊരു വലിയ നഷ്ടമില്ലാത്ത രീതിയിലാണെങ്കിൽ നമുക്കത് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ നിങ്ങൾ നോക്കുക, മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. അതർവൈസ് നിങ്ങൾ ലീവ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഒരു ഫ്രീ ആയിട്ടൊരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലാപ്ടോപ്പോ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സിസ്റ്റം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അതിൽ റൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ റെഫറൽ ലിങ്കും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻറോൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.